ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അങ്ങനെ നമ്മൾ മന്ദാരം ടീം ട്രിപ്പ് പോവുകയാണ്. അന്ന് നമ്മളൊരു റീൽ എടുത്തിട്ടായിരുന്നു, അതിൻ്റെ ബാക്കി സെറ്റ്. ഇന്ന് മൂഡാണ്, വൈബാണ്. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പൈതമല തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പണി കിട്ടി. നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞത് വെറും 200 മീറ്റർ നടക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത്. വെറും 200 മീറ്റർ നടക്കാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റിസോർട്ട് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു 200 മീറ്റർ അല്ല, 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ വണ്ടി കയറത്തില്ല, അവരുടെ ജീപ്പിൽ തന്നെ പോകണം. നമ്മൾ ബസ്സിനാണ് വരുന്നത്. അങ്ങനെ നമ്മൾ വേറെ റിസോർട്ട് ബുക്ക് ചെയ്തതാണ്. ഇപ്പോൾ സമയം 9:45. ഇനി എന്തിനാണ് ഉറങ്ങാൻ വേണ്ടി റിസോർട്ട് പോകുന്നത്? ആ ഒരു അവസ്ഥയായിപ്പോയി. ഒന്നും പറയാനില്ല. ഇപ്പം ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ജീപ്പിൽ ഷട്ടിൽ റണ്ണായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മടുപ്പിൻ്റെ അങ്ങേയറ്റായി. ഓൾമോസ്റ്റ് അതാ ജീപ്പ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിരുന്നു. നമ്മളവിടെ നിന്ന് 3:30 ഇറങ്ങേണ്ടത് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 6 മണിയായി. കാരണം എമർജൻസി ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം പോയി. കൂടാണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി പിന്നെയും ലേറ്റ്. ഇപ്പം ഒരു ട്രിപ്പ് അടിക്കുമ്പോൾ തന്നെ ഒരു ജീപ്പേ ഉള്ളൂ. ഒരു ട്രിപ്പ് അടിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 25 മിനിറ്റോളം എടുക്കുന്നുണ്ട്. ഇപ്പം 3 ട്രിപ്പോളം ആൾക്കാർ കയറാനുണ്ട്. വല്ലാണ്ട് ലേറ്റ് ആകുന്നുണ്ട്. ആകെ ഒരു ശോകമാവസ്ഥയായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ, റിസോർട്ടിൻ്റെ പേര് താഴെ കൊടുത്തേക്കാം, ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ബൈക്കും അതൊക്കെ കയറിപ്പോവും. പക്ഷേ നമ്മുടെ ബസ്, ട്രാവലർ അങ്ങനത്തെ വണ്ടിയൊന്നും കയറി മുകളിലോട്ട് പോകത്തില്ല. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ വണ്ടി എത്തിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത് എനിക്ക് വിശന്നിട്ട് പണ്ടാരായിട്ടുള്ള ഒരു യുവജന പ്രതികരണം. ഈ വഴിയെല്ലാം നമ്മള് ആദ്യമായിട്ട് രാത്രി 10 മണിക്ക് ഇവരുടെ മോഹൻ അടിച്ചിരിക്കുന്നത്. കാരണം നിന്നെ പീഡന കേസ് പിടിച്ചതല്ല, മോഹനെ പറഞ്ഞു. എന്താ പറയാനുള്ളേ? നമ്മളങ്ങനെ മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബസ് കയറാൻ മലയിലോട്ട് നമ്മൾ ജീപ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് പൊന്തി പോകുന്നതിനാണ് ഈ 2 വ്യക്തികൾ അവിടെ ഇരുന്നത്. നമുക്ക് അത് ബാക്കിൽ നിന്ന് സഞ്ജന തള്ളി കയറ്റും. അതുകൊണ്ടാണ് സഞ്ജന തള്ളു കാരണം. നമ്മളിന്ന് സ്പോട്ടിലെത്തി. സഞ്ജു കമാൺ, നിനക്കല്ലേ പറയാനല്ലേ, എന്താണ് അവസ്ഥ? നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളുടെ അത് ഈശോ മാതാവിന്റെ രൂപമാണ്. അവിടെ ഇവിടെ ഇരുട്ടാണെന്നും കാണുന്നില്ലടാ. മാതാവിന്റെ സ്വസ്ത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയായിരുന്നു ഇങ്ങോട്ടുള്ള റൈഡ്? സൂപ്പർ പൊളി. വിശന്നിരുന്ന് ഞാൻ വോമിറ്റിങ്ങിന്റെ അരിയത്ത് എത്തി. അടിപൊളിയായിരുന്നേ, അടിപൊളി റൈഡായിരുന്നു സംഭവം. റൈഡ് അതായത് വണ്ടി കയറില്ല എന്ന് പറഞ്ഞു, വണ്ടി കയറത്തില്ല. അതവർ പറഞ്ഞതിന് മിസ്റ്റേക്കാണ്. നമ്മളോട് ആദ്യം പറഞ്ഞായിരുന്നു വണ്ടി കയറാൻ പറ്റില്ലാന്ന്. പക്ഷേ റെസ്റ്റ് ഓഫ് തിങ്സ് ആർ ഗുഡ്. നല്ല അടിപൊളി ഓഫ് റോഡ് റോഡൊക്കെ, ഒരു 200 മീറ്റർ വൈബായിരുന്നു. നല്ല ഓഫ് റോഡിൻ്റെ അങ്ങേയറ്റം സെറ്റപ്പായി. സെറ്റാണ്. ബാക്കി
ബാക്കി പറ. പറഞ്ഞാലോ മറ്റേ എന്നാ ജീവൻ കിട്ടിയ പറഞ്ഞില്ലേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. കൊല്ലി കണ്ടിട്ട് പക്ഷേ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഓഫ് റോഡ് ആയിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. ബൈക്ക് എടുത്ത് തരണം, ഹിമാലയനൊക്കെ എടുത്ത് തരണം അല്ലേ. ഹിമാലയൻ എക്സ്പ്രസ് ഒക്കെ എടുത്ത് പൊളിക്കും. അവരോട് ചോദിച്ചു. സമാധാനം. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മുടെ റിസോർട്ടിലെ ഡേ 2 ആണ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഇവിടെ നിന്നുള്ള വ്യൂ അന്യായമാണേ, ഒന്നും പറയാനില്ല. ആ താഴോട്ട് നോക്കി, ആ കാണുന്ന ഫുള്ള് കോടയാണേ. കോട കയറി ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് മല കണ്ടോ, ഇതാണ് പൈതൽ മല. പക്ഷെ താഴെ കോട കൊണ്ടൊരുമാതിരി എന്താ പറയുക, സ്വർഗത്തിൽ എന്ന പോലെ ഫുള്ള് കോട മൂടിയൊക്കെ താഴോട്ട്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. നമുക്ക് പൈതൽ മല കയറണമെന്നുണ്ട്, പക്ഷേ എല്ലാവരെയും അതിനുവേണ്ടി വരുമോ എന്നറിയത്തില്ല. കാരണം നമുക്ക് ഇങ്ങോട്ട് ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്, പിന്നെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ട്രെക്കിംഗ് ഉണ്ട്. സമയം രാവിലെ ഇപ്പോൾ 7:30 ആയേ ഉള്ളൂ. എല്ലാവരെയും വിളിച്ചെണീപ്പിക്കണം. എന്നാലും എല്ലാവരും കിടന്നപ്പോഴത്തേക്കും ഒരു 3 മണി 3:30 കഴിഞ്ഞു. എല്ലാവരും കിടന്നപ്പോഴത്തേക്കും അതുവരെ ഇങ്ങനെ ചുമ്മാ എന്തൊക്കെ പരിപാടിയായിരുന്നറിയോ. അയ്യോ, ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറേ ഒന്നാമത് ലേറ്റായി വന്നപ്പോഴത്തേക്കും. പിന്നെ വന്ന അവിടെ തന്നെ പൂളി പോയിട്ട് കുറേ എൻജോയ് ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിച്ചു, പിന്നെ ബാർബിക്യൂ ഉണ്ടാക്കി. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഒരു 2:30-3 മണി വരെ പിന്നെ കുറേ ഗെയിംസൊക്കെ ആയിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു അതൊക്കെ. അങ്ങനെ കുറേ അടിച്ചു പൊടിച്ചു, സെറ്റായി. ആൻഡ് ഇറ്റ്സ് ഡേ 2. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാവേ. എന്തായിരുന്നു പൂള് കേട്ടോ. ഇന്നലത്തെ അർമാദനത്തിന് ശേഷമുള്ള പൂളിൻ്റെ അവസ്ഥ ഇത്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ ബാക്കി കാഴ്ചകൾ കണ്ടാലോ. ഇവിടെ 3 3 ഹട്ട്, 2 കോട്ടേജ്, പിന്നെ ഡോർമെറ്ററി അങ്ങനെ വരുന്നത് കേട്ടോ. മുകളിലോട്ട് കയറിയപ്പം ഈ കാണുന്നതൊക്കെയാണ് ട്രീ ഹട്ടുകൾ. ഇതിനൊരു 4000 രൂപ 5000 രൂപ ദിവസമൊക്കെ ആവുമെന്ന് പറഞ്ഞത്. അതിനുള്ളൊന്നും ഇല്ല കേട്ടോ, വെറുതെ. വേറെ വല്ല ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. ആകെ ഒരു 2 ഊഞ്ഞാലുണ്ട്, പിന്നെ 2 തൊട്ടിലുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയാനുള്ളൂ. പിന്നെ മെയിൻലി ഈ ഒരു വ്യൂ പൈതൽ മലേൻ്റെ നേരെ താഴെയാണ്. പൈതൽ മലേൻ്റെ നമ്മുടെ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ നേരെ താഴെ വരുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ എൻജോയ് ചെയ്യാം. ക്ലൈമറ്റ്, തണുപ്പ്, അതൊക്കെയുള്ളൂ. വേറെ ഒരു പ്രൈസിന് വേർത്താണെന്ന് ചോദിച്ചാൽ ഐ വോണ്ട് റെക്കമെൻഡ്. നമ്മൾ കൊടുക്കുന്ന 10,000 രൂപയ്ക്കൊക്കെ ഈ സാധനം എടുത്തിട്ട് അതിനുള്ളൊന്നും ഇവിടെ ഇല്ല. റിസോർട്ടൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. ആ എക്സ്പെക്റ്റേഷൻസിന് ഇവരൊരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. മെയിൻ്റനൻസ് വളരെ വളരെ ശോകമാണ്. കുറേ ബാത്റൂമൊന്നും ലൈറ്റില്ല, അത് ഒട്ടും ക്ലീൻഡുമല്ല. സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒട്ടും ക്ലീനില്ല. അപ്പം ഐ വോണ്ട് റെക്കമെൻഡ് ഫോർ ദിസ് പ്രൈസ് റേഞ്ച്. ഒരു 1000 രൂപയ്ക്കെല്ലാം കിട്ടുവാണെങ്കിൽ ഓക്കെ, അതിനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ മോർ ദാൻ ദാറ്റ് എന്ന് പറയുവാണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ്. റെജിന സിൽവ, അതാണ് പേര് കേട്ടോ. ഗൈസ്, നമുക്ക് എല്ലാവരെയും വിളിച്ചെണീപ്പിക്കാം. ഒറ്റയൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 പേര് മാത്രമാണ് കോർഡിനേറ്റേഴ്സായി. ഞങ്ങൾ 3 പേര് മാത്രം ഇറങ്ങി രാവിലെ പോയി കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് കേട്ടോ. വേറെ ഒറ്റയിടം തലപൊക്കിയിട്ടില്ല. എൻ്റെ മനെ മുടിയാക്കി കോലമാണോ. ഇന്നലെ ആ പൂളിലെ വെള്ളത്തിൽ കുളിച്ചതിൻ്റെ മുടിയാക്കി ഇങ്ങനെ. നമുക്കിപ്പോൾ എല്ലാം നമുക്കിപ്പോൾ പോയിട്ട് എല്ലാവരെയും വിളിച്ച് കുത്തിപ്പൊക്കാവേ. ഹായ്, മോർണിംഗ്. എന്ത് ബാക്കിയുള്ളവരൊക്കെ എന്ത്? ഏറ്റുപടി സമയമായി 9 മണിയായി. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ വന്നു. നിനക്കെല്ലാം എൻജോയ് ആയിരുന്നു പറഞ്ഞു. ഏറ്റോടാ വാ വാ എടാ, ഏറ്റു പാടാ. 9 മണിയായി.
പോറോ. ഞാൻ ഇപ്പോൾ റിസോർട്ടെല്ലാം കാണിച്ചു തന്നില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് വന്നുകൊണ്ട് പെർ ഹെഡ് നമുക്ക് 1200 രൂപ അയക്കുന്നത്. 1200 രൂപയ്ക്കുള്ള കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ഒരു ബൾക്കായിട്ട് ഒരു ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസോ അത്രയും പേർക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ ഇല്ല. പിന്നെ ഉള്ള റൂംസൊക്കെ ആണെങ്കിൽ ഭയങ്കര പരിതാപകരമാണ്. ചുമ്മാ കിടക്കാനൊരു വീട്, അത്രയേ ഉള്ളൂ. ഈ റിസോർട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയാം. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന, സ്വന്തമായിട്ടൊരു ഹിമാലയനോ എക്സ്പൾസോ നല്ലൊരു താറൊക്കെ ഉണ്ട്, ഓഫ് റോഡെല്ലാം കയറി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല കുത്തുകയറ്റം കയറി ഒരു 300-400 മീറ്ററോളം നല്ല കിടുക്കാച്ച് ഓഫ് റോഡിൻ്റെ എക്സ്ട്രീമാണ്. അങ്ങനത്തെ ഒരു ഓഫ് റോഡിൽ കൂടെ കയറി ഈ റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ കപ്പിൾസിനായി വരുന്നവർക്കൊക്കെ അത്യാവശ്യം പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ഒരു സ്റ്റേ വേണം, അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം, പിന്നെ പൂളൊക്കെ എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഒരു ബാച്ച് ഗ്യാതറിങ്ങിന് പറ്റിയൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫുഡ് ജസ്റ്റ് ബേസിക് ഒരു ഫുഡ്, അത്ര ഒരു ഹൈ ക്വാളിറ്റി ഫുഡൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങൾ ഇന്നലെ പോയൊരു വേറൊരു സ്റ്റേ ഉണ്ടായിരുന്നു, അടിപൊളി വെച്ചാൽ നല്ല വൃത്തിയുള്ള പ്ലേസ്, നല്ല വൃത്തിയുള്ള ഫുഡ്. ആൻഡ് കാടിന് നടക്കാണ് ഈ റിസോർട്ടുള്ളത്. ഇത് കാടിന് നടക്കാനാണ് മെയിൻ്റനൻസ് വളരെ ശോകമാണ്. പിന്നെ അത്ര ഒരു വൃത്തിയോ കാര്യങ്ങളോ ഒന്നും എവിടെയും വന്നിട്ടില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ഒന്നും ഇല്ല ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ വേറെ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ വയനാടായിരുന്നു ട്രിപ്പ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അത്രയും ലോങ് ആർക്കും പോകാൻ പറ്റില്ല. കാരണം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന ആയതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല. പിന്നെ റിസോർട്ടൊന്നും നോക്കുന്നില്ല, ചുമ്മാ ഒരു ഗ്യാതറിങ്. ഞങ്ങളിപ്പോൾ ഇതാ ചിന്തിക്കുന്നത്, ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയുക, എൻജോയ് ചെയ്യുക, രണ്ട് ചെറുതടിക്കുക എന്നൊരു മൂടി വരുന്നവർക്ക് ഇറ്റ്സ് ഫൈൻ. അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളിങ്ങനെ പൈതൽമല കയറാൻ പോകട്ടോ. പൈതൽമലയിൽ മുകളിലോട്ട് കയറാൻ പോകണേ. അങ്ങനെ ടൈയായിട്ട് അല്ല, ഇനി ടിക്കറ്റ് 25 പേരുടെ ടീമാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം ബാക്കി മുകളിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ സെറ്റാക്കാം. കമൺ സി. ഇതിലെ കുറേ പേര് ഫസ്റ്റ് ടൈം വരുന്നവരാണേ. അപ്പം ഞാനൊരു 5-6 തവണ വന്നിട്ടുണ്ട്. ഇവരുടെ ആകെ പറഞ്ഞേക്കുന്ന ഒരു 1 കിലോമീറ്റർ നല്ല വഴിയാണ്, അധികം ട്രെക്കിംഗ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറേ പേര് ചാടിക്കാൻ വന്നേക്കുന്നത്. ട്രെക്കൊന്നും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, ശരീരം അനങ്ങാത്ത കുറേ പേരുണ്ട്. ശരീരം അനങ്ങാത്തവരൊക്കെ ഇന്ന് നമുക്ക് ചാറ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും സൂപ്പ് എല്ലാവരും നമ്മൾ തരിപ്പണമാക്കും. ട്രെക്കിങ് ലൈഫിലൊക്കെ എൻജോയ് ചെയ്യണ്ടേ, ട്രെക്കിങ്ങൊക്കെ നമുക്ക് ഫുൾ വൈബാക്കണ്ടേ. അപ്പം ഇങ്ങനത്തെ കുറേ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ. ഇഷ്ടപ്പെട്ടാലോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം കാണാം, ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പോയടാ, കേറ് കേറ് കേറ്. നിന്നാലാ അട്ട കേറോ, നിക്കരുത് കേറിപ്പോക്കോ. എടാ അട്ട ഒന്നും ചെയ്യൂല. ഈ കാലല്ലടി അല്ല പക്ഷെ ഉപ്പ് ഇത് എനിക്ക് തന്നെ കിട്ടിയല്ലോ. ഉപ്പാണ്. ഓടി വാ, എല്ലാരും ഓടി വാ. $300 മീറ്റർ ആയുള്ളൂ. എല്ലാവരെയും പറഞ്ഞ് പറ്റിച്ച് 1.5 കിലോമീറ്റർ ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 3/4 ഭാഗത്തോളം കവർ ആയിട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളു ഇവിടുന്ന്. കാട്ടിൽ വേറെ ജീവികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒച്ചപ്പാടാക്കരുത്. അവരുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ നശിപ്പിക്കരുത്. ആരാ കൂവാക്കുന്നേ? കൂ. നമ്മുടെ ഏറ്റവും ചെറിയ ക്യാമറ അവിടെ ഉള്ളിൽ വെച്ചിട്ട്.
അജയനെ പറഞ്ഞാൽ മതിയല്ലോ. മടുത്ത ഇത്ര ഇടുന്നു എന്താ ഷമാസ് ഇങ്ങനെ അന്നെ പ്രത്യേകം കാണിക്കാൻ യൂട്യൂബിലിട്ട് നാട്ടിക്ക് അത്രേ ഉള്ളൂ. അജയ് എടാ ഒരു അര കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ 1.5 കിലോമീറ്റർ. ഒരു ഇന്നത്തെ ചിക്കനൊക്കെ ദഹിക്കണ്ടേ? കമോൺ കമോൺ. അൽഫാം പീസൊക്കെ ദഹിക്കണം. കയറി കയറി. ലങ്സ് എടാ ഫ്രഷ് ഓക്സിജനാ. ലങ്സ് ഒക്കെ പ്യൂരിഫൈ ആവട്ടെ. ടൗണിൽ ഇത്ര നല്ല ഓക്സിജൻ കിട്ടില്ല. കയറി കയറി. അതെ ഞാനിപ്പോ തന്നെ ബുക്ക് ചെയ്യട്ടെ. നമുക്ക് ഫൈനൽ എന്ത് കിട്ടും? നമ്മൾ ഓൾമോസ്റ്റ് എത്തി. അത് ഫാസ്റ്റ് ചാർജിനോട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ആ സോ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും എത്ര ട്രക്ക് ചെയ്താലും മുകളിൽ എത്തുമ്പോൾ എന്ത് കിട്ടും? അതാണ് മാറ്റർ. ആ വ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എക്സാക്ട്ലി. ബട്ട് നടക്കാൻ വയ്യ. സോജി പ്ലീസ് എന്നെ ഒന്ന് എടുക്കോ? പറ്റില്ല. ഇനി ഞാൻ സമ്മതിക്കുന്നു കൊച്ചിനെ കൊണ്ട് കയറുന്നത്. ഐ റിയലി അപ്രിഷ്യേറ്റ്. പക്ഷേ രസമായിരുന്നു. നമ്മളുണ്ടല്ലോ ഇവിടെ വന്നാൽ ഇവിടുന്ന് കിട്ടുന്ന ഈ വ്യൂ അതാണ് ഏറ്റവും നല്ലത്. എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. ആ അന്യായ വ്യൂവും അന്യായ ഫീലുമാണ്. ഇപ്പോൾ സമയം 11:30 വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കാറ്റ്, അടിപൊളി ക്ലൈമറ്റ്. ഇതാ നമ്മൾ പൈതൽമലയുടെ ഓൺ ടോപ്പ്. ഈ വ്യൂ നിങ്ങൾ നോക്കി. ഇതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ട്രക്ക് ചെയ്തുകൊണ്ടും എന്തെങ്കിലും മിസ് ചെയ്യാനുണ്ടോ? അല്ല, അടിപൊളി അടിപൊളി. The view is so worth it. യെസ്. പറ എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്രയും വന്നതിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. വന്നില്ലായിരുന്നു നഷ്ടമായി പോലായിരുന്നോ? സത്യം. ആ ബാ. ഇത്രയും വന്നതുകൊണ്ട് എന്താണ് പറയാനുള്ളത്? വ്യൂ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? വ്യൂ ഇഷ്ടപ്പെട്ടോ? നടന്നു വന്ന മടുപ്പിൻ്റെ എല്ലാം മാറിയില്ലേ? മാറി. അതാ പറഞ്ഞേ, ഈ വ്യൂ ആണ് എന്തുകൊണ്ട് നമുക്ക് ഇതാകുന്നത്. എത്ര നടന്നു വന്നാലും കഷ്ടപ്പെട്ട് വന്നാലും ഇവിടുത്തെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വൈബില്ലേ, ഈ വ്യൂ ഇല്ലേ, അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ട്രെക്ക് ചെയ്യുക, കഷ്ടപ്പെടുക. ട്രെക്ക് ചെയ്യുന്നതിന് കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് എത്തിക്കാൻ കിട്ടുന്ന വ്യൂ ഉണ്ട്. അതൊരു അടിപൊളി സംഭവമാണ്. ഇറ്റ്സ് റിയലി ഫീൽസ് ലൈക്ക് ഹെവൻ. കുറച്ചും കൂടെ രാവിലെ ആയിരുന്നെങ്കിൽ ഇതിനും ഇരട്ടി വ്യൂ നമുക്ക് കിട്ടിയാണ് കേട്ടോ. മക്കളെ കടന്നു വരൂ, സ്വർഗത്തിൻ്റെ കവാടം നിങ്ങൾക്ക് തുറന്നിട്ടിരിക്കുന്നു. എത്തി വാ വാ വാ. നമ്മളെത്തി, മോളെത്തി എന്ന് പറ. എത്തി എന്ന് പറ. എങ്ങനെയുണ്ട് ഇത്രയും നടന്നു കയറി കഴിഞ്ഞിട്ട് ഈ വ്യൂ കാണുമ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി വ്യൂ. ഒന്ന് കണ്ടിട്ട് വരുന്നത്. നടന്ന് വന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല, നഷ്ടമില്ല. കാണാൻ നല്ല വ്യൂ. അതാണ്. സഞ്ജു അങ്ങോട്ട് നോക്കൂ. നീ അങ്ങോട്ട് നോക്കൂ. നീ ഇങ്ങോട്ട് നോക്കൂ. നീ ഇങ്ങോട്ട് നോക്കൂ. ആ ഇനി പറ, നടന്നു കയറിയുടെ നഷ്ടമാണോ വെർത്താണോ? ഒരു നഷ്ടമില്ല. വളരെ നഷ്ടമാ. മാം ഇത്രയും നടന്നതിൻ്റെ വാസ് ദ വ്യൂ വെർത്ത്? വെർത്ത്. പറ രക്ഷടാ, ഇത്രയും നടന്നതിൻ്റെ വ്യൂ വെർത്താണോ അല്ലയോ? നടക്കണം, വെർത്താണല്ലോ. ഇത്ര നടന്ന അടിയല്ലേ? വന്നില്ലെങ്കിൽ മിസ്സാവല്ലോ. ഇത്രേ ഉള്ളൂ. ആ സന്തോഷം. ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 2.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് ഇവിടെ എത്തുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല. ഓക്കെ, അതെ, നമുക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല ഗൈസ്. നമ്മളൊരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യുമില്ലേ, അതിൽ ഏറ്റവും അടിപൊളി ഭാഗം തന്നെ കേട്ടോ. കാരണം ഇവർ കഷ്ടപ്പെട്ടാലും അവർക്ക് അവസാനം കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ് അത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്. അപ്പോൾ എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ടുണ്ട്.
നിങ്ങൾ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകാത്തൊരു സ്പോട്ട് കേട്ടോ. ആ 2.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്യണമെന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. 2.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് കഷ്ടപ്പെടാൻ റെഡിയാണോ? നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന വ്യൂ അന്യായമാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നു, അന്യായ വ്യൂ ആണ്. ഒന്ന് കാണിച്ചു തരാവേ. ഇത് നോക്കി, ഇത് കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലെ നിങ്ങൾക്ക് ഇത്രയും വ്യൂ കിട്ടുവാണല്ലേ. നിങ്ങൾ എന്തിനാണ് ഈ ഊട്ടിയും കൊടൈക്കനാലൊക്കെ കയറാൻ വേണ്ടി പോകുന്നത്? ഇത് സമയം ഓൾമോസ്റ്റ് 1 മണിയാറായി. ഉച്ചയ്ക്ക് 1 മണിക്കത്തെ അവസ്ഥയാണ് ഈ ക്ലൈമറ്റ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ ക്ലൈമറ്റ് ആണെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം ഗൈസ്? സംഭവം വൈബാണ്, അടിപൊളിയാണ്. എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ണൂർ വരുവാണെങ്കിൽ ഒരിക്കലും പൈതമല കയറേണ്ടതാണ്. എന്തായാലും കയറിയില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാണ്. ശരിക്കും പറയാലോ, ഒരു വൺ ഡേ മാറ്റി വെക്കുക. വൺ ഡേ ഒന്നും വേണ്ട. ഞങ്ങൾ 10 മണിക്ക് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി 10:45 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. 11:30 ആയപ്പോഴത്തേക്ക് ഇങ്ങനെ മണ്ടയ്ക്ക് എത്തി. ഇതേ 12:05 സമയം. 12:05 ആകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. സോ നേരത്തെ 1 മണിയാണ് പറഞ്ഞില്ലേ, 12:05 സമയം കേട്ടോ. തിരിച്ചിറങ്ങും, നട്ടുച്ച തിരിച്ചിറങ്ങുവാണ്. അടിപൊളി വെച്ചാൽ റിയലി അമേസിങ്. നല്ല തണുത്ത കാറ്റും കോട ഇപ്പോൾ ഒന്ന് മാറിയതാണ് വെയിൽ. നോക്കി നിങ്ങൾ, ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകൾ എല്ലാം അടിപൊളിയല്ലേ? സൂപ്പർ. നിന്നെ കാണുന്നില്ല, ഫുള്ള് ഇട്ടാ. ഗൈസ്, നമ്മളങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ടൈം മാനേജ്മെൻറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. 12:40 നമ്മൾ അരമണിക്കൂർ ഇറങ്ങുമെന്ന് പറഞ്ഞു. കറക്റ്റ് 12:40. ഒരു ടൈം ഇവിടെ ഡിലേ വന്നിട്ട് കേട്ടോ. ടൈം മാനേജ്മെൻറ്റ് പക്ക. 3 മണിക്കൂർ പോയി ഇറങ്ങി വന്നിട്ടുണ്ട്. എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു സംഭവം. കൊള്ളാം, മോസ്റ്റ്ലി റെക്കമെൻഡഡ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. പൈതൽ മല ആൻഡ് കണ്ണൂർ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയേക്കാണ്. ഒരു ദിവസം അടിപൊളിയായിട്ട് നല്ല റിസോർട്ടിലൊക്കെ സെറ്റായി വൈബായി. റിസോർട്ടിനൊക്കെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. പൂളിലൊക്കെ ചാടി ട്രെക്കിങ്ങിന് പോയി. എന്നാലും അവിടെ നിന്ന് കയറിയപ്പോൾ ബസ്സിൽ എൻജോയ് ചെയ്ത് വന്നു. ഫുഡ് ഓക്കെ ആയിരുന്നു. എല്ലാവരും നമ്മളുടെ ബോണ്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ബോണ്ടിങ് കാരണം തന്നെയാണ് ഞങ്ങളുടെ ടീം ഇത്ര ഡെവലപ്പായി മുമ്പോട്ട് പോകുന്നതും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ട്രിപ്പ്. റിസോർട്ടിൻ്റെ പേര് റിജൻ സിൽവ എന്നാണ്. സംഭവം അടിപൊളിയാണ്. ഓക്കെ, എനിവേ എന്തുകൊണ്ടും സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിനി വീഡിയോ എടുക്കുന്നില്ല. പൂളിലെ വീഡിയോസ് നമ്മൾ എടുത്തില്ല, കാരണം ഫീമെയിൽസൊക്കെ ഉള്ളതല്ലേ, അവർക്ക് പിന്നെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മിസ്സാക്കേണ്ട ആവശ്യമില്ലല്ലോ, ചുമ്മാ അനാവശ്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ പൂൾ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. മുടിയൊക്കെ ഇങ്ങനെ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചതിൻ്റെ പേരിലാണ്. പക്ഷേ റിസോർട്ട് ഇൻ ദ സെൻസ് നമുക്ക് ഫോട്ടോ കണ്ട സംഭവം ഇവിടെ ഇല്ലായിരുന്നു. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷേ അവരതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തന്നു, ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. നമുക്ക് ടൈം പറഞ്ഞത് വെളുപ്പിന് 11 മണി വരെ ആയിരുന്നു. പക്ഷേ 5:30 ഇപ്പോൾ നമ്മൾ 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. സോ എവറിത്തിങ് വാസ് ഗുഡ്, ഓൾ വാസ് ഗുഡ്. നല്ല രീതിക്ക് ട്രിപ്പുകൾ അവസാനിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് മീ അജയ് ജോഷി സൈനിങ് ഓഫ് ഫ്രം മീൽ ബേസ് വിത്ത് അജയ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.